ഗൈസ് അങ്ങനെ നൈറ്റ് റൈഡേഴ്സ് മൂവി കണ്ടു. പടം നല്ല അടിപൊളി മൂവിയാണെന്ന് തന്നെ പറയാം. ആവറേജ് ഒന്നുമല്ല, നല്ല മൂവിയാണ്. കാരണം ഈ ഒരു ജോണറയിൽ അടുത്ത് കണ്ടൊരു നൈസ് മൂവി എന്ന് വേണം പറയാം. കാരണം ഇതിൽ പ്രേതം എന്ന് പറയുന്ന ഒരു സാധനമാണെങ്കിൽ അത് എല്ലാ പടത്തിലും ഒരുപോലെ വർക്ക് ആവണമെന്നില്ല. പക്ഷേ ഇതിൽ എനിക്ക് ചില സീൻസൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പേടിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു വേണം പറയാം. അതായത് ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരു കുതിരക്കാലൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതാണ് അവരുടെ മെയിൻ ആള്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരു ക്രീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് രാത്രി മാത്രം ഇറങ്ങി നടക്കുന്ന ഒരു ക്രൈസർ, അതിനെ പിടിക്കാൻ വേണ്ടി ഒരു 3 യങ്സ്റ്റേഴ്സ് അവർ പോകുന്നു. ഇതാണ് മെയിൻ പ്ലോട്ട്, ഇത്രയുള്ള സംഭവം. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് അതിനത്രയും ഭംഗി വന്നത്. ഇല്ലെങ്കിൽ ഇത് മാത്രം കാണിച്ചു പോയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല സക്സസ് ആവുന്നത്. പക്ഷേ കുറേ കാര്യങ്ങളും കൂടെ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു മൂവി. ഇപ്പോൾ റിപ്പീറ്റ് വാല്യൂ ഉണ്ടോയെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. പിന്നെ ഈ ഒരു പടം നമുക്ക് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഇത് തരുന്ന ഒരു വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ തിയേറ്ററിലിരുന്ന അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ഇതിലെ കോമഡി എലമെൻസിൻ്റെ കാര്യം പറഞ്ഞാലും എല്ലായിടത്തും ഒന്നും എനിക്ക് വർക്കായില്ല. പക്ഷെ കൊള്ളാം എന്ന് വേണം പറയാൻ. വലിയ ഓവറായിട്ടങ്ങ് ക്രിഞ്ചാക്കി നശിപ്പിച്ചിട്ടുള്ള സംഭവം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും കോമഡി അല്ലേ, ഇപ്പോൾ മാത്യുവിൻ്റെ കോമഡി ഒന്നും എനിക്ക് വർക്കായില്ല. ബട്ട് ഇപ്പോൾ ബാക്കി അബു സലീം ഉണ്ട്, പിന്നെ ശരത് സവാദ് ആക്ടർ ഉണ്ട്, അവരുടെയൊക്കെ കോമഡി എനിക്ക് ശരിക്കും വർക്കായി. പൊട്ടിച്ചിരിക്കാൻ പാകത്തിനുള്ള കോമഡി ഒന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോമഡി അവരിടും, അത് കൊള്ളായിരുന്നു. ഇതിലെ മെയിൻ വർക്കാവാത്ത കാര്യം എനിക്ക് തോന്നിയത് നമ്മുടെ മെയിൻ ആക്ടറും ആക്ട്രസും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതെനിക്ക് ശരിക്കും വർക്കാവാത്ത പോലെ തോന്നി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം കേട്ടോ. കാരണം എന്തോ ഒരു ഇമോഷണൽ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ അവിടെ പോയി എവിടേക്കോ പോയ പോലെ തോന്നി. കൊള്ളില്ല എന്നല്ല, അവരുടെയൊക്കെ അഭിനയം അടിപൊളിയാണ്. പക്ഷെ ഒരു തമ്മിലുള്ളൊരു കെമിസ്ട്രി അതൊട്ടും അങ്ങ് എത്തിയില്ല, നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വന്നില്ല. പിന്നെ ഇതിൽ VFX എലമെൻ്റ് ഉണ്ടോ, എൻ്റെ പൊന്നെ ഗംഭീരമാണ്. കാരണം ഇതിൽ കൂടുതലും നൈറ്റ് ഷോട്ട്സിലാണ് നമ്മുടെ VFX എലമെൻറ്റ്സ് കൂടുതൽ തന്നെ. ഇപ്പോൾ ബേർഡ്സ് ആണെങ്കിൽ ബാക്കി ക്രേച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഒരുപാട് VFX കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. കാരണം അതൊന്നും ഇപ്പോൾ ഒരു സ്ഥലം കണ്ടിട്ട് അത് ഒട്ടും റിയലായിട്ട് തോന്നിയില്ല, ഭയങ്കര ഫേക്കായിട്ട് തോന്നി എന്നൊന്നും പറയാൻ പാകത്തിനില്ല. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അത് നൈസായിരുന്നു. അത് പാട്ട് ഓരോ സ്ഥലത്ത് എന്നാ ഒരു പ്ലേസ്മെൻറ്റുകളുണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ ഭയങ്കര പാട്ടിൻ്റെ ഒപ്പം നമ്മളപ്പോൾ ഇങ്ങനെ പല സീൻസ് കട്ട് ചെയ്ത് ഭയങ്കര എൻഗേജിങ് ആയിട്ട് അവരത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണോയെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആ ഒരു ചില കാര്യങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു എൻഡിങ് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്ത പോലെ തോന്നി. ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് അതിനെപ്പറ്റി, പക്ഷെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അതിന് കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അത് ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും അത് എന്താ കാര്യമെന്ന്. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ അതിനുള്ളൊരു എൻഡിങ് കാര്യങ്ങൾ കൊടുക്കാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിൽ മെയിൻ ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ മാത്യുവിൻ്റെ, ഇപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക്, ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം വെച്ച് നോക്കുമ്പോൾ എവിടേക്കും മുമ്പ് ഏതൊരു പടത്തിൽ പറഞ്ഞ പോലെ ഒരു വിജയ് ടച്ച് തോന്നി. എനിക്ക് മാത്രമായിരിക്കും തോന്നിയത്, പക്ഷെ എനിക്ക് ശരിക്കും ചില സീൻസ് കണ്ടപ്പോൾ വിജയുടെ പോലെ തോന്നി. ഉള്ള കാര്യം പറയാം, ഞാൻ തമാശയ്ക്ക് പറയണല്ല. സോ ഇനി എന്താ പറയുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പടത്തിൻ്റെ ആ ഒരു കുറേ കാര്യങ്ങൾ എലമെൻറ്റ്സ് ഞാൻ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പടം നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ പോയി കാണാം. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.